8ാം പ്രതിയായിരുന്ന നടൻ ദിലീപ് ഇപ്പോൾ കുറ്റവിമുക്തനാക്കപ്പെട്ട ശേഷം ഇറങ്ങി വരികയാണ്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് ദിലീപ് പുറത്തിറങ്ങി വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വിചാരണ കോടതി 8ാം പ്രതി ദിലീപിനെതിരായിട്ടുള്ള ഗൂഢാലോചന കുറ്റം തെളിയിക്കാനായില്ല എന്നതിന്റെ പേരിൽ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു. അതിനുശേഷം പുറത്തിറങ്ങി വരുന്ന നടൻ ദിലീപിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇപ്പോഴിതാ ദിലീപ് പുറത്തേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ദിലീപിനെതിരെ ചുമത്തപ്പെട്ടിരുന്നത് ഗൂഢാലോചന കുറ്റമായിരുന്നു. പക്ഷേ അത് സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കാണിച്ചാണ് കോടതി ദിലീപിനെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കോംപ്ലക്സിൽ നിന്ന് വിധി കേട്ട ശേഷം ഈ കേസിൽ 8ാം പ്രതിയായിരുന്ന ദിലീപ് ഇപ്പോൾ കുറ്റവിമുക്തനായി പുറത്തേക്ക് വരികയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടും അദ്ദേഹത്തിനോട് സംസാരിക്കുന്ന ഫോൺ വരുന്നതിനൊക്കെ ദിലീപ് മറുപടി പറയുകയാണ്. ആരാധകരോട് കൈവീശി കാണിച്ചുകൊണ്ട് ദിലീപ് കോടതി പരിസരത്ത് നിന്ന് പുറത്തേക്ക് വരുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിസരത്ത് ഞാനത് സംസാരിച്ചോട്ടെ. ഈ കേസിലെ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞെടുത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനെ ഒരു നടപടി ഉണ്ടാക്കിയത്. അൺഫോർച്ചുനേറ്റ് ആയിട്ടൊരു കാര്യം എന്റെ ലൈഫിലുണ്ടായി. അത് ഞാൻ അപ്പൊ തന്നെ കംപ്ലൈന്റ് ചെയ്തു. അതിന്റെ പേരിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേൾക്കേണ്ടി വന്നു. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു കഥയാണെന്ന് വരെ ഞാൻ കേൾക്കേണ്ടി വന്നു. സോ അതൊക്കെയെന്ന് വെച്ചാൽ ഭയങ്കര, ഒരാൾക്കും ഇതൊന്നും ഉണ്ടാവരുത്. അതായത് നമ്മുടെ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടായി നമ്മൾ എഴുന്നേക്കാൻ നോക്കുമ്പോൾ പിന്നെയും അടിച്ച് താഴെ ഇടുകയാണ്. അത് ഭയങ്കര ആ ഒരു സമയം എന്ന് പറയുന്നത് എനിക്കറിയില്ല. ഇപ്പൊ എനിക്ക് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ എങ്ങനെ അത് ഓവർകം ചെയ്തത് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്കിപ്പോഴും അതിന്റെ പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ അത് ഒരാൾക്ക് ഞാൻ ഇങ്ങനെ ചെയ്താൽ നിങ്ങളത് ഓക്കെ ആയിരിക്കും എനിക്ക് പറയാൻ അറിയില്ല. അത് ഓരോരുത്തരുടെ ലൈഫിലും എനിക്ക് തോന്നുന്നു അവർ ഓരോരുത്തർ അങ്ങനത്തെ ഓരോ എക്സ്പീരിയൻസസ് വരുമ്പോൾ നമ്മൾ തനിയെ പഠിക്കുന്നതാണ്. അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഞാൻ തന്നെ ഫൈറ്റ് ചെയ്തേ പറ്റൂ. അല്ലാതെ ഞാൻ ഇനി കോടതിയിൽ പോലും എനിക്ക് വേറെ നിങ്ങൾ പോക്കോളൂ എന്ന് എനിക്ക് പറയാൻ പറ്റും. എന്തിനാണ് ശത്രുത? ഞാൻ ആരെ ദ്രോഹിച്ചിട്ടാണ്? എന്താണ്? എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ ചെയ്യുന്നതിലോ എന്തെങ്കിലും കാര്യത്തിൽ കുഴപ്പമുണ്ടോ? ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ അല്ല തകർക്കേണ്ടത്. ദിലീപ് എന്ന് പറയുന്ന സിനിമാ നടനെ, ദിലീപ് എന്ന് പറയുന്ന നിർമ്മാതാവിനെ, ദിലീപ് എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂട്ടർ, അതായത് ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ പ്രസിഡന്റ്, പ്രൊഡ്യൂസർ അസോസിയേഷനിലെ ശക്തൻ. ആ സമയത്ത് തിയേറ്റർ സംഘടന പൊളിയുന്നു. ലിബർട്ടി ബഷീറും സംഘടനാ പ്രസിഡന്റായിട്ടിരിക്കുന്ന ലിബർട്ടി ബഷീറിനെ മാറ്റിക്കൊണ്ട് ദിലീപിന്റെ നേതൃത്വത്തിൽ പുതിയ തിയേറ്റർ സംഘടന വരുന്നു. അയാൾ അതിന്റെ പ്രസിഡന്റ് ആവുന്നു. മലയാള സിനിമയുടെ ട്രഷറർ തുടങ്ങി സകല കാര്യങ്ങളിലും സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരാൾ. എടവനക്കാട് ജനിച്ച് ആലുവയിൽ വളർന്ന ഒരു സാധാരണക്കാരനായ ഞാൻ ഒരു സംഭവമല്ലേ സത്യേട്ടാ?